വൈ നോട്ട് സ്റ്റുഡിയോസിന്റെ സ്ഥാപകനായ എസ് ശശികാന്ത് ആദ്യമായി സംവിധാനം ചെയ്ത നെറ്റ്ഫ്ലിക്സ് സിനിമയായിട്ടുള്ള ടെസ്റ്റിന്റെ ഫൈനൽ ആക്ടിലും രണ്ടാം പകുതിയിലും അവിടെയും ഇവിടെയും കുറച്ച് ഫയർ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. സ്വന്തം ആഗ്രഹങ്ങൾക്ക് പുറമേ പോകണോ, ശരിയായ കാര്യങ്ങൾക്ക് പുറമേ പോകണോ എന്നുള്ള ഡയലമ കാണിക്കുന്ന ആ ഒരു ഭാഗത്തെ ക്യാരക്ടർ ഡ്രിവൺ സ്വഭാവം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒന്നാണ്. പക്ഷേ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഭാഗത്തേക്ക് എത്താൻ പടം ഒരുപാട് നേരം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ മൊത്തത്തിൽ വിചാരിച്ചത്ര എത്താത്തൊരു ത്രില്ലറാണ് ടെസ്റ്റ്. 3 കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ടീമിലെ സീനിയർ പ്ലെയർ ആയിട്ടുള്ള അർജുൻ, പുള്ളിയുടെ ഫോം ഈയിടെയായി വളരെ മോശമായതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രഷറുണ്ട്. IVFിലൂടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന കുമുദ എന്ന ടീച്ചറാണ് രണ്ടാമത്തെ കഥാപാത്രം. നൂതനമായ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഒരു പുതിയ തരം എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന കുമുദയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ശരവണനാണ് മൂന്നാമത്തെ കഥാപാത്രം. ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഇവരുടെ 3 പേരുടെയും ജീവിതങ്ങൾ തമ്മിലൊരു കണക്ഷൻ വരുന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഏറെക്കുറെ പൂർണ്ണമായും അർജുന്റെ ട്രാക്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. സൗരവ് ഗാംഗുലിയെ എല്ലാവരും വിളിച്ചിരുന്ന ദാദ എന്ന വിളിപ്പേരാണ് അർജുനുമുള്ളത്. ഗാംഗുലി തന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ ഫേസ് ചെയ്തിരുന്ന സമാനമായ ചില പ്രതിസന്ധികളിലൂടെയാണ് അർജുനും കടന്നുപോകുന്നത്. ക്രിക്കറ്റ് ലോകത്തെ ഇന്നർ പൊളിറ്റിക്സും വർഷങ്ങൾ കൊണ്ട് അർജുനിൽ ഉണ്ടായിട്ടുള്ള ഈഗോയും നമ്മുടെ ഈ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. അവിടെ നിന്ന് കഥ മെല്ലെ ശരവണന്റെയും കുമുദയുടെയും ജീവിതത്തിലേക്ക് വരികയാണ്. പ്രതീക്ഷകളുടെയും വലിയ മോഹങ്ങളുടെയും വളരെ ജനറിക് ആയിട്ടുള്ള ഒരു വേർഷനാണ് ആ ഭാഗം. ഇതിന്റെ രചയിതാവായിട്ടുള്ള സുമൻ കുമാറിന് ഒരുപക്ഷെ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ 2 എക്സ്ട്രീമുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക എന്നൊരു ഐഡിയ അദ്ദേഹത്തിന് കിട്ടിക്കാണും. പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഈ ഒരു പരിപാടി പുള്ളി ക്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതുവരെ എത്താനുള്ള ബിൽഡപ്പ് അത്ര സ്മൂത്തല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് കുറച്ചൊക്കെ ആ ത്രില്ലർ സ്വഭാവം വർക്കാകുന്ന സ്ഥലങ്ങളിൽ വളരെ രസകരമായ വിഷ്വൽ എക്സ്പെരിമെന്റുകൾ ശശികാന്ത് സിനിമാറ്റോഗ്രാഫർ വിരാജ് സിംഗ് ഗോഹിലുമായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ട്. ഇതിലെ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഫോൺ കോൺവെർസേഷനിൽ പെട്ടെന്ന് ഡ്രമാറ്റിക് ആയിട്ടുള്ള ലൈറ്റിംഗ് ഉപയോഗിച്ചത് തന്നെ അങ്ങനത്തെ ഒരു പരീക്ഷണമായിരുന്നു. പക്ഷെ പടത്തിന്റെ പ്രധാന പ്രശ്നം അതിന്റെ ആദ്യ പകുതിയും പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് പലപ്പോഴും തോന്നുന്ന ലോജിക്കൽ പ്രശ്നങ്ങളുമാണ്. വളരെ അനായാസം രക്ഷപ്പെടാമായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ ഇത് എന്ന ചോദ്യം നമ്മുടെ തലയിൽ ഓടിക്കൊണ്ടേയിരിക്കും. ഓരോ കഥാപാത്രങ്ങളുടെയും നിലവിലെ അവസ്ഥ കാണിക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒന്നാം പകുതി വളരെ ഫ്ലാറ്റായി തോന്നി. ഇതിലെ ഒരു പ്രധാന കഥാപാത്രമായ അർജുന്റെ ട്രാക്ക് നോക്കുകയാണെങ്കിൽ അനാവശ്യമായ ഒരുപാട് ഇൻഫർമേഷനുകൾ തന്നിട്ട് അതിൽ ഭൂരിഭാഗവും പിന്നീട് സിനിമ ഉപയോഗപ്പെടുത്താത്തതുപോലെ തോന്നി. ശരവണനായി വന്നിട്ടുള്ള മാധവൻ സിനിമയുടെ അവസാന ക്വാർട്ടറിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങളെ ഷുഗർ കോട്ട് ചെയ്യുന്ന മനുഷ്യന്റെ സ്വഭാവത്തെപ്പറ്റി സംസാരിക്കുന്ന ആ അവസാന ഭാഗങ്ങളിൽ മാധവന്റെ പെർഫോമൻസ് സിനിമയ്ക്ക് ശരിക്കും സഹായമാകുന്നുണ്ട്. നയൻതാരയ്ക്ക് ലഭിച്ചിട്ടുള്ള കുമുദ എന്ന കഥാപാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നാണ്. പുറമേ നിന്ന് നിസ്വാർത്ഥയായിട്ട് തോന്നുമെങ്കിലും ചില സ്വാർത്ഥ താല്പര്യങ്ങളുള്ളൊരു കഥാപാത്രം തന്നെയാണ് കുമുദ. ആ കഥാപാത്രത്തെ നയൻതാര നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. വളരെ അരഗന്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് സിദ്ധാർത്ഥ് അവതരിപ്പിച്ച അർജുൻ എന്ന കഥാപാത്രത്തിന് ഉള്ളത്. തിരക്കഥ ഒരർത്ഥത്തിൽ ആ ഒരു ബോഡി ലാംഗ്വേജ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും സിനിമയുടെ എഴുത്തിന് ഈ കഥാപാത്രത്തെ വേണ്ട രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ഈ ഒരു മസിൽ പിടുത്തം വേണ്ട ഒരു ഇമ്പാക്റ്റ് പലപ്പോഴും ഉണ്ടാക്കുന്നില്ല. അർജുന്റെ ഭാര്യയുടെ കഥാപാത്രം ചെയ്തിട്ടുള്ളത് മീര ജാസ്മിനാണ്. കാര്യമായി പെർഫോം ചെയ്യാനൊന്നും ഇല്ലെങ്കിലും ഒരു സീൻ മീരയ്ക്ക് നല്ല പെർഫോമൻസിനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അത് അവർ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുമുണ്ട്. തുടക്കത്തിലുള്ള ഡിസ്ജോയിന്റ് ആയിട്ടുള്ള തിരക്കഥയുടെ സ്വഭാവവും പിന്നീട് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലുള്ള ലോജിക്കൽ പ്രശ്നങ്ങളും കാരണം ഏറെക്കുറെ ആദ്യം തന്നെ തീ അങ്ങ് കെട്ടുപോയ പോലത്തെ അവസ്ഥയാണ് ടെസ്റ്റിന്. ഊതി അതിലൊരു കനൽ കണ്ടെത്താൻ സിനിമ ഏതാണ്ട് അവസാനം വരെ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. മനുഷ്യന്റെ സ്വാർത്ഥതയെക്കുറിച്ചുള്ള സിനിമയുടെ അവസാന ഭാഗങ്ങളിലെ ഡിബേറ്റ് ആസ്വദിക്കുമ്പോഴും ആ ഭാഗങ്ങളിലെ നേരത്തെ പറഞ്ഞ ലോജിക്കൽ പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ ഒരു ഭാഗത്ത് ഓടിക്കൊണ്ടേയിരിക്കും. തിരക്കഥയിലെ പാളിച്ചകൾ ഫിലിം മേക്കിങ്ങിൽ കവറപ്പ് ചെയ്യാൻ സിനിമ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പരിധി നമുക്ക് ടെസ്റ്റിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. ഒരു കാര്യത്തിൽ സംവിധായകനെ അഭിനന്ദിച്ചേ മതിയാകൂ. കഴിഞ്ഞ വർഷം വന്ന മൈതാൻ എന്ന സിനിമയിൽ അമിത് ശർമ്മ ഫുട്ബോൾ എങ്ങനെ വളരെ റിയലിസ്റ്റിക്കായി സ്ക്രീനിൽ അവതരിപ്പിച്ചോ അതിന് സമാനമായ രീതിയിൽ ക്രിക്കറ്റ് മികവോടുകൂടി സ്ക്രീനിൽ അവതരിപ്പിക്കാൻ ശശികാന്തിനും ടീമിനും സാധിച്ചിട്ടുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്